സ്നേഹരാഗം ഭാഗം 41. ശ്രീകുട്ടി കൂട്ടുകാരികളൊത്ത് കളിച്ച് ഹാളിലെ സെറ്റിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. കീർത്തന ശ്രീകുട്ടിയെ എടുക്കാൻ വേണ്ടി തിരികെ ഹാളിലേക്ക് കയറാൻ ഭാവിച്ചു. എന്തേ കീർത്തന? ഗായത്രി ചോദിച്ചു. മോള് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നണു, അവൾ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് കയറി. അവൾ ഇന്ന് ഇവിടെ കിടന്നോട്ടെ, നാളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം, അവളെ മുറിയിൽ പോയി കിടത്താം. ഗായത്രി ശ്രീകുട്ടിയെ എടുത്തു. വേണ്ട, ഉറക്കത്തിനിടയിൽ എന്നെ കണ്ടില്ലെങ്കിൽ അവൾ കരയും, കീർത്തന പറഞ്ഞു. സാരമില്ല, വല്ലാതെ കരയുകയാണെങ്കിൽ അന്നേരം ഞാൻ അങ്ങോട്ടാക്കിത്തരാം, ഗായത്രി പറഞ്ഞു. കീർത്തന പൊയ്ക്കോളൂ, ഗായത്രി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി അവിടെ കിടക്കട്ടെ എന്നവൾക്ക് തോന്നി. എന്നാലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നവൾ ഓർക്കുകയും ചെയ്തു. അവൾ തിരികെ കാറിനടുത്തേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നിരുന്നു. അർജുൻ മയക്കത്തിലാണ് എന്നവൾക്ക് തോന്നി. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. കാറിൻ്റെ മുൻസീറ്റിൽ സീറ്റ് ബെൽറ്റിൻ്റെ ബലത്തിൽ അർജുൻ സീറ്റിൽ മയങ്ങിക്കിടന്നു. കീർത്തന ഇടയ്ക്ക് രഞ്ജിത്തിനെ ഒന്ന് നോക്കി. വീടെത്തിയപ്പോൾ അവൾ ഇറങ്ങി ഗേറ്റ് തുറന്നു. രഞ്ജിത്ത് കാർ അകത്തേക്കിട്ടു. അവൾ ഹാൻഡ് ബാഗിൽ നിന്നും ചാവിയെടുത്ത് ഡോറ് തുറന്നു. വീണ്ടും കാറിനരികിലെത്തി. അർജുൻ്റെ ഭാഗത്തുള്ള ഡോർ തുറന്നു. രഞ്ജിത്തും അവളും കൂടി പതിയെ അവനെ ഇറക്കി. കീർത്തനയ്ക്ക് ശരിക്കും അവൻ്റെ ഭാരം താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടുപേരും കൂടി ഒരുവിധം ഹാളിലെത്തിച്ചു. ഇവിടെ കിടത്താം, കീർത്തന രഞ്ജിത്തിനെ നോക്കി പറഞ്ഞു. വേണ്ട, ബെഡ്റൂമിലേക്ക് കിടത്താം, അവൻ പറഞ്ഞു. പിന്നെ തനിയെ കീർത്തനയ്ക്ക് അവനെ മുറിയിലേക്ക് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാകും, അവൻ പറഞ്ഞു. എല്ലാവരും പോയോ? അർജുൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൻ ഏതോ അബോധാവസ്ഥയിലാണെന്ന് അവൾക്ക് തോന്നി. ബെഡ്റൂമിലെത്തി അർജുനെ പതിയെ ബെഡിൽ കിടത്തിയപ്പോൾ രഞ്ജിത്തിൻ്റെ കൈ അവളുടെ കൈക്ക് മുകളിലായിരുന്നു. അവൻ ബെഡിലേക്ക് വീണപ്പോൾ കീർത്തനയുടെ മാറിൽ നിന്നും സാരി താഴെ വീണു. തൊട്ടടുത്ത് നിൽക്കുന്ന രഞ്ജിത്തിൻ്റെ നോട്ടം അവളുടെ മാറിലേക്ക് ഒന്ന് പാളി വീണു. അവൾ പെട്ടെന്ന് സാരി നേരെയിട്ടു. ആ ഒരു നിമിഷം രഞ്ജിത്ത് അവളുടെ അരക്കെട്ടിൽ പിടിച്ചു. അവൾ അവിടെ അങ്ങനെ തന്നെ നിന്നു. അവൻ അവളുടെ കഴുത്തിൽ ഒരു ചുടുചുംബനം നൽകി. ഒരു നിമിഷം അവൻ എല്ലാം മറന്നു. അർജുനിൽ നിന്നുമില്ലാത്ത എന്തോ ഒരു കാന്തിക ശക്തി അവനുണ്ടെന്ന് കീർത്തനയ്ക്ക് തോന്നി. അവൾ അതാഗ്രഹിച്ചിരുന്നത് പോലെ കോരിത്തരിച്ച് നിന്നുപോയി. ഒരു നിമിഷം അവൾ എല്ലാം മറന്നു. അർജുനെ മറന്നു, ശ്രീകുട്ടിയെ മറന്നു. അവൾ അവൻ്റെ കരവലയത്തിൽ കിടന്ന് ഞെരുങ്ങി. അവളുടെ സാരി അവൻ കൈകൊണ്ടെടുത്ത് താഴേക്കിട്ടു. അവൾ ആ നിമിഷം രഞ്ജിത്തിൽ നിന്നും താനത് ആഗ്രഹിച്ചിരുന്നു എന്നവൾക്ക് തോന്നി. അവൻ അവളെ കോരിയെടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾ ഒരു കൈക്കുഞ്ഞിനെ പോലെ അവൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അർജുൻ ഒന്നും അറിഞ്ഞില്ല. അവൻ കുടിച്ച മദ്യം അവനെ അത്രമേൽ അബോധാവസ്ഥയിലാക്കിയിരുന്നു. അവൻ അത്രമാത്രം വിശ്വാസമർപ്പിച്ച കീർത്തനയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് തനിക്ക് ഈ ഒരു അബോധാവസ്ഥയിൽ അനുഭവിക്കുന്നത് എന്നവൻ അറിഞ്ഞിരുന്നില്ല. പ്രഭാവതിക്ക് തന്നോട് തന്നെ ചില അവസരങ്ങളിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ അവസ്ഥ എന്നവർക്ക് തോന്നിത്തുടങ്ങി. വിവേക് നിശ്ചയമെല്ലാം കഴിഞ്ഞ് തിരികെ പോയി. അടുത്ത വരവിന് വിവാഹം നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് കാണണമെന്നാണ് പ്രഭാവതിയുടെ ആഗ്രഹം. അവർക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മടുത്തു. പലപ്പോഴായി ഒരു ജോലിക്കാരിയെ ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞുവെങ്കിലും ഒന്നും തരമായില്ല. രാകേഷും തിരികെ പോയതിനാൽ പൂജയും മിക്കപ്പോഴും മേപ്പാട് തന്നെയാണ്. എന്നാൽ അവൾ അടുക്കളയിൽ കയറുന്നത് വിരളമാണ്. രാത്രി ചന്ദ്രന് ചപ്പാത്തി നിർബന്ധമാണ്. എല്ലാറ്റിനും പ്രഭാവതി തന്നെ വേണം. പൂജ ഇടയ്ക്കൊക്കെ കിച്ചണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകും. അവർക്കെല്ലാ കാര്യത്തിനും മടുപ്പ് തോന്നിയിരുന്നു. വീടും പരിസരവും വൃത്തിയാക്കി അവർ ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ചന്ദ്രൻ പുറത്ത് സിറ്റൗട്ടിൽ പത്രം വായിച്ചിരിപ്പുണ്ട്. പ്രഭാവതി ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചന്ദ്രൻ അറിയാവുന്നവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോൾ അങ്ങനെ ആരെങ്കിലും ആകുമെന്നാണ് അയാൾ കരുതിയത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഫോൺ എടുത്തു. നന്ദനയായിരുന്നു. ഹലോ, അയാൾ സന്തോഷത്തോടെ തന്നെ പറഞ്ഞു. ഹലോ അച്ഛാ, അവൾ മറുപടി പറഞ്ഞു. എന്തൊക്കെയാ മോളെ വിശേഷങ്ങൾ? സുഖമല്ലേ നിനക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ?
ഒന്നിനു പുറകെ ഒന്നായി ചന്ദ്രൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇല്ല അച്ഛാ, ഞാൻ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മാത്രമല്ല കൂട്ടിന്, ഒരു കുഞ്ഞു മാലാഖ കൂടിയുണ്ട്. അവളത് പറയുമ്പോൾ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞു നിന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് മാനം മുട്ടെ ഉയർന്നു. ആണോ മോളെ? അയാൾ സന്തോഷം മറച്ചുവെക്കാതെ ആകാംക്ഷപൂർവ്വം ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലാണോ? അയാൾ വീണ്ടും ചോദിച്ചു. അല്ല അച്ഛാ, ഡിസ്ചാർജ് ചെയ്തു, അവൾ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോയ കാര്യവും അവിടെ അഡ്മിറ്റായതും ഡിസ്ചാർജ് ചെയ്തതും വീട്ടിൽ വന്നതും എല്ലാം അവൾ വിശദീകരിച്ചു. ഫോൺ വയ്ക്കുമ്പോൾ താനൊരു മുത്തച്ഛനായ വിവരം ഉറക്കെ ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയണം എന്നയാൾക്ക് തോന്നി. അത്രയും സന്തോഷത്തിലായിരുന്നു അയാൾ. ചന്ദ്രൻ പ്രഭാവതിയോട് ഇക്കാര്യം പറയാമെന്ന് വിചാരിച്ച് അകത്തേക്ക് പോയി. പ്രഭാവതി ആരെയൊക്കെയോ പഴിച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അയാൾ അവരോടൊന്നും പറയാതെ തിരിച്ചു നടന്നു. എന്തായാലും നന്ദുവിനെ കാണാൻ അയാൾ തീരുമാനിച്ചു. കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് തോന്നിയപ്പോൾ അയാൾ വൈകുന്നേരം ടൗണിലേക്ക് പോയി. കുറച്ച് കുഞ്ഞുടുപ്പുകളും കൺമഷിയും പൗഡറും സോപ്പും എല്ലാം വാങ്ങി. പിന്നെ ജ്വല്ലറിയിൽ കയറി ഒരു മാലയും വളയും വാങ്ങി. വീട്ടിലെത്തുമ്പോൾ അയാൾക്ക് നന്ദന ഇപ്പോഴും മേപ്പാടാണെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ എന്ന് തോന്നി. പ്രഭാവതി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ചന്ദ്രൻ കുഞ്ഞിന് വേണ്ടി സാധനങ്ങൾ മുറിയിൽ വെച്ചു. ഒന്ന് കുളിക്കാനായി വാഷ്റൂമിൽ കയറി. അപ്പോഴാണ് പ്രഭാവതി ചന്ദ്രന് ഒരു ഗ്ലാസ് ചായയുമായി മുറിയിലേക്ക് വന്നത്. അയാൾ എന്തിനാണ് പുറത്തു പോയത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പോകാൻ നേരം അവർ ചോദിച്ചപ്പോൾ ടൗണിലേക്കാണെന്ന് മാത്രമേ അയാൾ മറുപടി പറഞ്ഞിരുന്നുള്ളൂ. അയാൾ വാഷ്റൂമിലാണെന്ന് കണ്ടപ്പോൾ ചായ ടേബിളിൽ വെച്ച് തിരിയുമ്പോഴാണ് അവിടെ 1-2 കവറുകൾ പ്രഭാവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ എന്താകുമെന്നറിയാൻ അവർക്ക് ആഗ്രഹമായി. ചന്ദ്രൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നും മനസ്സിലായി. പതിയെ ശബ്ദമുണ്ടാക്കാതെ കവറിലെ സാധനങ്ങൾ പുറത്തെടുത്തു. അതിനുള്ളിൽ ഒരു ബോക്സാണ്. അത് തുറന്നപ്പോൾ ഒരു കുഞ്ഞുടുപ്പും ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും ആ കവറിലുണ്ട്. അത് കണ്ടപ്പോൾ പ്രഭാവതിക്ക് ആകെ കൺഫ്യൂഷനായി. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവിടെ നിന്നും മനസ്സിൽ നിറഞ്ഞു. ആർക്കായിരിക്കും ഇത്? എന്തിനു വേണ്ടിയായിരിക്കും ആരോടും പറയാതെ ഇവിടെ കൊടുന്നു വെച്ചത്? പ്രഭാവതി ആകെ കൺഫ്യൂഷനിലായി. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ നിറഞ്ഞു. ആർക്കായിരിക്കും ഇത്? അവർ വീണ്ടും വീണ്ടും ചിന്തിച്ചു. അവർക്ക് ഒന്നും മനസ്സിലായില്ല. ഉത്തരം കിട്ടാതെ മുന്നിലുടലെടുത്ത പല ചോദ്യങ്ങളുടെയും മുന്നിൽ പ്രഭാവതി പകച്ചു നിന്നു. ഇനി എന്തെല്ലാമാണ് സ്നേഹരാഗത്തിൽ സംഭവിക്കാൻ പോവുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം തുടരും.